ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 29 വെള്ളിയാഴ്ചയാണ്. ഈ വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. US മാർക്കറ്റുകൾ ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. ഇന്ത്യൻ മാർക്കറ്റുകൾ ഇന്നും ഒരു ചെറിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓയിൽ പ്രൈസുകൾ 3% ഇടിവ് ഇന്നലെ ഉണ്ടാക്കി. എന്തായാലും നമ്മുടെ മാർക്കറ്റുകൾ വളരെ പോസിറ്റീവ് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസുകൾ ആദ്യം നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, തുടർച്ചയായ 8ാമത്തെ വർഷവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ആ വാർത്തയിലേക്കാണ്. 2023 ഇന്ത്യൻ ഓഹരി വിപണി 21,800 എന്ന നിർണായക മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. സെൻസെക്സ് ഈ വർഷം 18%, നിഫ്റ്റി 20% ഉയർന്നു. യുദ്ധവും ചൈനയുടെ മാന്ദ്യവും അങ്ങനെ മോശം വാർത്തകൾ നിരവധി ഉണ്ടായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് പോസിറ്റീവ് റിട്ടേൺസ് വീണ്ടും നൽകി. തുടർച്ചയായ 8 വർഷം പോസിറ്റീവ് റിട്ടേൺസ് നൽകുന്ന മാർക്കറ്റ് കൂടിയായിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റ്. 2002 ശേഷം 3 തവണ മാത്രമാണ് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺസ് നൽകിയത്. 2008 2011 2015 2015 ശേഷം നിഫ്റ്റിക്ക് നഷ്ടം അറിയേണ്ടി വന്നിട്ടില്ല. അത്രയും അധികം പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു മാർക്കറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. RBI എന്നായിരിക്കും ഒരു റേറ്റ് കട്ടിലേക്ക് പോവുക എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 2023 തുടർച്ചയായ 5ാം തവണയും RBI ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയില്ല. പ്രധാനമായും പണപ്പെരുപ്പം കാരണമാണ് RBI നിരക്കിൽ മാറ്റം വരുത്താതിരുന്നത്. വിലക്കയറ്റം RBIയുടെ ടാർഗറ്റായ 4% മുകളിലാണ് എന്നതാണ് പ്രധാനമായ പ്രശ്നം. പണപ്പെരുപ്പം ഈ വർഷം തുടക്കത്തിൽ കുറഞ്ഞെങ്കിലും പിന്നീട് വർദ്ധിച്ചു. ഒക്ടോബർ മാസത്തിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ പണപ്പെരുപ്പം പച്ചക്കറി വില വർധനവ് മൂലം ഫുഡ് ഇൻഫ്ലേഷൻ കൂടുകയായിരുന്നു. എന്തായാലും RBIയുടെ ടാർഗറ്റിന് താഴേക്ക് ഇൻഫ്ലേഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണെന്ന് RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് മുൻപ് പറഞ്ഞിരുന്നു. ഇനി 2024 പകുതിയോടെ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്കും CPI ഇൻഫ്ലേഷൻ 4% താഴെ എത്തുമെന്നും അവർ അനുമാനിക്കുന്നു. ചില മോണിറ്ററി പോളിസി അംഗങ്ങളുടെ അഭിപ്രായത്തിൽ US റേറ്റ് കട്ടിലേക്ക് പോയാൽ RBIയുടെ ഭാഗത്തു നിന്നും ഒരു റേറ്റ് കട്ട് തീരുമാനം നേരത്തെ ഉണ്ടാകും എന്നും പറയുന്നു. ഇൻഫ്ലേഷന് പുറമെ മറ്റ് പല ഘടകങ്ങളും RBIയുടെ തീരുമാനത്തിൽ നിർണായകമാവും. പക്ഷേ ഇൻഫ്ലേഷന് ഒരു പ്രധാന പങ്ക് തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ. മറ്റൊരു വാർത്ത ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI നടത്തിയ പഠനത്തിന്റെ വിശദാംശം നോക്കാം. സ്ത്രീകൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി നൽകുന്നത് 2021-22 34.7% നിന്ന് 34.2% കുറഞ്ഞു. വിഹിതം കുറഞ്ഞപ്പോഴും ഇതിൽ മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനങ്ങളിൽ കർണാടകത്തിന് ശേഷം കേരളമാണ് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് മിസോറാം, സിക്കിം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളാണ് സ്ത്രീകൾക്ക് പോളിസി നൽകുന്നതിൽ മുന്നിലെത്തിയത്. ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യത്തിലും LICയും മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും 2021-22 98.52% നിന്ന് 2022-23 98.02% ക്ലെയിം സെറ്റിൽമെന്റ് കുറയുകയുണ്ടായി. ഇതുകൂടാതെ 2022-23 വർഷത്തിൽ 85.66% ക്ലെയിം സെറ്റിൽമെന്റ് നടത്തിയിരുന്നെങ്കിലും അതിൽ ക്ലെയിം തുക നൽകിയത് 71.62% മാത്രമാണ് എന്നും കണക്കുകൾ പറയുന്നു. IRDAIയുടെ ആനുവൽ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക്. തുടർച്ചയായ 6ാം ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 21,800 എന്ന പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. 21,800 നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നിർണായക മൈൽ സ്റ്റോൺ തന്നെയാണ്. നിഫ്റ്റി 21,778.57% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലെ റൊട്ടേഷണൽ ബൈയിങ് തന്നെയാണ് നിഫ്റ്റിയെ പുതിയ ഓൾ ടൈം ഹൈയിൽ എത്തിച്ചിരിക്കുന്നത്. ബൈ ഓൺ ഡിപ്സ് തന്നെയാണ് നിഫ്റ്റിയിൽ ഇപ്പോഴും നടക്കുന്നത്. ഇൻഡെക്സ് ഒരു എക്സ്ട്രീംലി ഓവർബോട്ട് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺ സൈഡിൽ 21,659 മുതൽ 21,500 വരെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ് സൈഡിൽ 22,000 മുതൽ 22,251 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുമാണുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 22,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന സ്ട്രൈക്ക്. അതിനുശേഷം 22,000 അതിനുശേഷം 23,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നത് 21,500 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 21,000 സ്ട്രൈക്കിലും അതിനുശേഷം 20,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം അടുത്ത വീക്കിലെ എക്സ്പയറി പ്രകാരം 22,000 ഒരു
റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുള്ളത്. 21,500 ഒരു സപ്പോർട്ടിനും സാധ്യതയുണ്ട്. അടുത്തതായി ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കാം. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡേ ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 21,750 899% വർധനവാണ് കാണുന്നത്. പുട്ട് സൈഡിൽ കോൾ സൈഡിലേക്ക് വന്നാൽ 190% വർധനവാണുള്ളത്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് നടക്കുന്നത്. അടുത്ത 21,700 സ്ട്രൈക്കിൽ 315% വർധനമുണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 63% വർധനമുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിലും കാണുന്നത്. അടുത്ത 21,800 സ്ട്രൈക്കിൽ 1,214% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 217% വർധനവാണ് കോൾ സൈഡിലുള്ളത്. അതായത് ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിലെ ഈ 3 ഡാറ്റകൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,508 0.47% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡോജിക്ക് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്സൈഡിൽ 48,500 ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. 49,000 ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുമാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പറയാം. ആദ്യം കോൾ സൈഡിൽ 48,500 സ്ട്രൈക്കിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 48,600 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 48,500 അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,400 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15.14 എന്ന നിലയിൽ 2.68% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് ഇടിഞ്ഞത് ബുൾസിന് കൂടുതൽ ശക്തി പകർന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം സ്വാൻ എനർജി. കമ്പനി 4,000 കോടി രൂപ സമാഹരിക്കാൻ ബോർഡ് അംഗീകരിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് RBL ബാങ്കാണ്. RBL ബാങ്കിൻ്റെ 9.95% വരെ ഓഹരികൾ ഏറ്റെടുക്കാൻ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് എന്നിവയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അംഗീകാരം ലഭിച്ചു എന്നൊരു വാർത്ത. ഇൻഫോ എഡ്ജ് ഇന്ത്യ എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്തയാണ്. സ്വയം ഡിജിറ്റൽ എന്ന കമ്പനിയിൽ 250 കോടി രൂപ നിക്ഷേപിക്കാൻ കമ്പനി തീരുമാനിച്ചു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. മറ്റൊരു കമ്പനി സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്കാണ്. കമ്പനി കർണാടക ബാങ്കുമായി ഒരു വായ്പാ മൊഡ്യൂൾ വഴി മൈക്രോ ഫിനാൻസ് വായ്പകൾക്ക് സഹ വായ്പ നൽകുന്നതിന് ഒരു മാസ്റ്റർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. മറ്റൊരു കമ്പനി മറൈൻ ഇലക്ട്രോണിക്സ് ആണ്. കമ്പനിക്ക് 318.5 മില്യൺ രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു. അതുപോലെ വലിയൊരു ഓർഡർ ലഭിച്ചത് RPP ഇൻഫ്രാ പ്രൊജക്ട്സ് എന്നതാണ്. 377.7 മില്യൺ രൂപയുടെ ഓർഡറാണ് RPP ഇൻഫ്രാ പ്രൊജക്ട്സിന് ലഭിച്ചത്. അടുത്തത് ഇന്നോവ ക്യാപ്ടാബ്. ഫാർമസ്യൂട്ടിക്കൽ ഫേം ഇന്നോവ ക്യാപ്ടാബ് ഡിസംബർ 28 ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്യും. ഫൈനൽ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 448 രൂപയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ഹിൻഡു കോപ്പർ മാത്രമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മാത്രമല്ല നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസിന് ശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവും ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ വോളറ്റൈലായിട്ടുള്ള സെഷനാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ നമ്മൾ പഠിച്ച് മാത്രം ട്രേഡ് എടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതുപോലെ ഓപ്ഷൻസിനെ കുറിച്ച് ഒട്ടും അറിയാതെ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. ഓപ്ഷൻസ് പഠിച്ച് മാത്രം ചെയ്യുക. അതിനുവേണ്ടി നമ്മളൊരു കോഴ്സ് വീഡിയോ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് അത് സ്വന്തമാക്കാവുന്നതാണ്. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത നമ്പറിൽ അതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റോക്കുകളും നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. ആദ്യം തന്നെ F&O സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് പറയുന്നത്. PNB 90 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 94.1 എന്ന നിലയിൽ. പിന്നീട് സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ടാർഗറ്റിന് മുകളിൽ 97.7 എന്ന നില വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലഭിച്ചത്.
അടുത്തത് NTPC ആയിരുന്നു. 310 CE ആയിരുന്നു പറഞ്ഞത്, 312 എന്ന നിലയിൽ എൻട്രി എടുത്തു. പിന്നീട് സ്റ്റോക്ക് 315 വരെ അപ്പായി നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് NTPCയിൽ ലഭിച്ചത്. അടുത്തത് പവർ ഗ്രിഡ് 235 CE ആയിരുന്നു പറഞ്ഞത്, എൻട്രി എടുക്കുന്നത് 237.6 എന്ന നിലയിൽ. ഇന്നലത്തെ ക്ലോസിങ്ങിന് മുന്നേ ആയി നമ്മുടെ ടാർഗറ്റ് നമുക്ക് പവർ ഗ്രിഡിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഈ 3 സ്റ്റോക്കുകളുമാണ് F&O സെഗ്മെൻറ്റിൽ ഇന്നലെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. മറ്റൊരു സ്റ്റോക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് ഒബ്രോയ് റിയാലിറ്റി ആയിരുന്നു. 1400 CE ആയിരുന്നു പറഞ്ഞത്, എൻട്രി എടുക്കുന്ന 1433 ഇന്നലെ 1446 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ഒബ്രോയ് റിയാലിറ്റിയിൽ ലഭിച്ചത്. മറ്റൊരു F&O സ്റ്റോക്കുണ്ട്, BHEL. ഡിസംബർ 26 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്തത് 182 എന്ന നിലയിലായിരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഇന്നലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. 190 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് BHELൽ ലഭിച്ചത്. അടുത്തത് സ്വിംഗ് സെഗ്മെൻറ്റിലേക്കാണ്. ഇൻട്രാഡേയിൽ നമുക്ക് 16% പ്രോഫിറ്റ് ലഭിച്ച ഒരു സ്റ്റോക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഹഡ്കോ ആണ്. 117.8 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ 136.8 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റാണ്. 16% എന്നൊക്കെ പറയുന്നത് സ്വിംഗ് സെഗ്മെൻറ്റിൽ ഒരു ഇൻട്രാഡേയിൽ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അത് ഇന്നലെ ഹഡ്കോയിൽ ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് NBCC ആയിരുന്നു. 80.85 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്തു. 84.65 വരെ സ്റ്റോക്ക് അപ്പായി. 4.70% സ്റ്റോക്ക് അപ്പായത്. നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് PNB ഇക്വിറ്റിയായി നൽകിയ PNB ആയിരുന്നു. 95.95 എന്ന നിലയിൽ എൻട്രി എടുത്തു. 97.7 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. നിരവധി സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 4358 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 136 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. 6 ദിവസത്തെ തുടർച്ചയായ സെല്ലിങ്ങിന് ശേഷം 2 ദിവസം വലിയ ബൈയിങ്ങിലേക്കാണ് FIS വന്നിരിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ട് തന്നെ ഈ ഡാറ്റ നമുക്ക് എടുക്കാം. US മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലായിരുന്നു. ഡൗ ജോൺസ് 0.14% ഉയർന്നു. നാസ്ഡാക്ക് 0.03% ഇടിഞ്ഞു ക്ലോസ് ചെയ്തപ്പോൾ S&P 500 0.04% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. US നിന്നും ഇന്നലെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി പ്രഥമ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഉയർന്നു. ഇത് വർഷത്തിൻ്റെ 4ാം പാദത്തിൽ തൊഴിൽ വിപണി കൂളായി തുടരുന്നതായി ഈ ഡാറ്റ സൂചിപ്പിക്കുന്നു. എന്തായാലും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വർഷം നമുക്ക് മുന്നിൽ ഒരു ട്രേഡിംഗ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഡിസംബർ മാസം ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് US മാർക്കറ്റുകളും ഇന്ത്യൻ മാർക്കറ്റുകളും നടത്താൻ പോകുന്നത്. S&P 500 ഡിസംബറിൽ മാത്രം 5% ഉയർന്നു. നാസ്ഡാക്ക് 5.8%, ഡൗ ജോൺസ് 6.4% ഉയർന്നു. സ്മോൾ ക്യാപ്പിലാണ് വലിയ റാലി അവിടെ ഉണ്ടായത്. റസൽ 2000 ഡിസംബർ മാസത്തിൽ 14% ഉയർന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.22% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.09% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.28% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.85% ഉയർന്നു. ആക്സിസ് ബാങ്ക് 0.14% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 2.33% നേട്ടമുണ്ടാക്കി ഇന്നലെ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.06% നേട്ടത്തിലും S&P 500 0.11% ഉയർന്നും നാസ്ഡാക്ക് 0.10% ഉയർന്നുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഇടിവിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.03% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.48% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.24% ഇടിഞ്ഞു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 ഇൻഡെക്സ് 0.1% ഇടിഞ്ഞത്. അവിടെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ 0.6% നേട്ടമുണ്ടാക്കിയപ്പോൾ ബാങ്കിങ് സൈഡ് ഇടിഞ്ഞു. 0.5% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. CAC 0.09% ഇടിവിൽ. ഡാക്സ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. FTSE 0.01% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഈ വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ
ഏഷ്യൻ മാർക്കറ്റുകൾ ഒരുവിധം എല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. കൊറിയൻ മാർക്കറ്റ്, കോസ്പി മാർക്കറ്റ് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. 1.60% അപ്സൈഡിലാണുള്ളത്. തായ്വാൻ മാർക്കറ്റ് 0.11% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.44% അപ്സൈഡിലുമാണുള്ളത്. നിക്കി മാർക്കറ്റ് ഇടിവിലാണ്, 0.34% ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,957.50 എന്ന നിലയിലാണ്. ഒരു 5 പോയിൻറ്റ്സിൻ്റെ മാത്രം ഡൗൺ സൈഡിലാണുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 10 മുതൽ 20 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓയിൽ പ്രൈസുകൾ, കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ റെഡ് സീ വഴി കടന്നു പോകും എന്ന് അറിയിച്ചതോടെ വ്യാഴാഴ്ച എണ്ണവില 3% ഇടിയുകയുണ്ടായി. റെഡ് സീയിലെ പ്രശ്നങ്ങൾ വിതരണത്തെ തടസ്സപ്പെടുത്തില്ല എന്ന ബോധ്യമാണ് ഒരു വിലയിടിവിന് കാരണമായത്. ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത് $77.32 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $71.92 പെർ ബാരൽ എന്ന നിലയിൽ 0.18% ഉയർന്നുമാണ് ഇപ്പോൾ WTI ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആണ് എന്ന് ആരും തന്നെ കണക്കാക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.